നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ കുഞ്ഞായിരുന്നെങ്കിൽ നീ അതിന് കൊടുക്കുന്ന പാലില് ഇങ്ങനെ കോക്രോച്ചിനെ ഇടുവോ? നിർത്തടി. നിന്റെ നാവ് ഇതിനു മുൻപ് ഇത്ര ഉയർന്നിട്ടില്ലല്ലോ. നിനക്കാരാടി ഇതിനൊക്കെയുള്ള ധൈര്യം തന്നത്? എനിക്കാരും ധൈര്യം തന്നിട്ടൊന്നുമില്ല. സ്വന്തം കുഞ്ഞ് വിശന്ന് കരയുമ്പോ ഏതമ്മയ്ക്കും വിഷമം കാണും. പ്രത്യേകിച്ച് കുഞ്ഞിന് രോഗം ഉണ്ടാക്കുന്ന തരത്തില് ഇതുപോലെയുള്ള പാല് കൊടുക്കുമ്പോ. നീ എറിഞ്ഞു കളഞ്ഞിട്ട് പോയ ഈ കുഞ്ഞിനെ ഞാൻ നോക്കുന്നത് എന്റെ കുഞ്ഞായിട്ട് തന്നെയാ. അതിന് നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. കുഞ്ഞിന് വിശക്കുന്നുണ്ടാവുമല്ലോ അമ്മ. ഇനി മിൽക്ക് പൗഡർ ഇല്ല. വാങ്ങിച്ചു വെച്ചിരുന്ന മിൽക്ക് പൗഡർ മുഴുവനും തീർന്നു. മോള് കുഞ്ഞിനെ പിടിച്ചേ. ഇപ്പൊ വരാം. അമ്മയുടെ പൊന്നിന് വിശക്കുന്നുണ്ടോടാ? അമ്മ എന്തെങ്കിലും ചെയ്യാട്ടോ. നീ എന്ത് ചെയ്യാനടി? ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്റെ കുഞ്ഞിനെ. അതിന് വിശന്ന് പൊരിയുന്നുണ്ട്. ഞാൻ പാല് കൊടുക്കട്ടെ. കുഞ്ഞിനെ തൊട്ടു പോവരുത്. അവളുടെ ഒരു പാല് പൂതന. നിന്റെ ശരീരത്തിലുള്ള പോയിസൺ ഒന്നും എന്റെ കുഞ്ഞിന് കൊടുക്കരുത്. കുഞ്ഞിനെ ഇങ്ങ് തരാൻ. കുഞ്ഞിനെ തൊട്ടാ നീ തല്ല് മേടിക്കും. മോളെ, ദ മിൽക്ക് പൗഡർ. വേഗം കുഞ്ഞിന് പാല് തിളപ്പിച്ചു കൊടുക്ക. അമ്മ ഇതെങ്ങനെ? കുഞ്ഞിന്റെ കാര്യല്ലേ മോളെ, അതിനൊരു കരുതലൊക്കെ വേണം. ഞാൻ ഇത് കുറെ വാങ്ങി എന്റെ അലമാരയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലേക്കാരും പല്ലിയും പാറ്റ ഇടാൻ വരണ്ട. അങ്ങനെ ചെയ്യുന്നവരെ അന്ന് ഞാൻ അവസാനിപ്പിച്ചിരിക്കും. അപ്പൊ കോക്രോച്ചിനെ ഞാൻ കൊണ്ടുവന്നിട്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ എന്ത് ചെയ്യാനാ മടിക്കാത്തത്? സ്വന്തം കുഞ്ഞിനോട് അന്ന് കാണിച്ച ക്രൂരതയ്ക്കപ്പുറം മറ്റൊന്നും ചെയ്യാനില്ലല്ലോ. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ചെയ്തു പോയ ഒരു ചെറിയ തെറ്റിനെ കുറിച്ച് മാത്രമേ നിങ്ങൾക്കൊക്കെ എപ്പോഴും പറയാനുള്ളൂ. ഇന്ന് എന്റെ കുഞ്ഞിന്റെ ഫുഡിന്റെ കാര്യത്തില് ഇവള് കാണിക്കുന്ന അശ്രദ്ധയെ കുറിച്ചൊന്നും ആർക്കും ഒന്നും പറയാനില്ല. ഇപ്പൊ തന്നെ പാറ്റ ചത്തു കിടക്കുന്ന ആ ഫുഡ് എന്റെ കുഞ്ഞിന് കൊടുത്തിരുന്നെങ്കിലോ? കുഞ്ഞ് വൊമിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിലാവില്ലായിരുന്നു. കാർത്തിയുടെ എന്തിയ മോളാ വൈക. കാർത്തി ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഇന്നത് പറഞ്ഞു കൊടുക്കും. നീ എന്ത് പറഞ്ഞു കൊടുത്താലും കാർത്തി ഞങ്ങളുടെ മോനാ. മീനാക്ഷിയുടെ ഭർത്താവാ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങളുടെ ഔദാര്യം പറ്റി ജീവിക്കുന്ന നിന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കാനുള്ള ആന്റിബയോട്ടിക് ഞാൻ തന്നെ തരും. ഇറങ്ങടി അടുക്കളന്ന്. ആ, മോള് കുഞ്ഞിന് പാല് കൊടുക്കാൻ നോക്ക്. വാടാ. ഓ ഓ ഓ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.